അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്, വേഗം പോ ഞങ്ങളെ ബേജാറാക്കുക. മൂപ്പര് ഇവിടെയാണ് പറഞ്ഞിട്ട് അത് ഞങ്ങളെ പിന്നെ അങ്ങോട്ട് വെയിലത്ത് നടന്നുകൊണ്ടിരിക്കണം. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് രാവിലെ തന്നെ വെളിച്ചിൻ്റെ പൈസ ഉണ്ട്, അത് എങ്ങോട്ട് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചൻ എവിടെയോ കാത്തിക്കണത്, ഏതോ റോഡ് സൈഡിൽ കാത്തിക്കണമെന്ന് പറഞ്ഞേ. എന്തായാലും പോയി നോക്കിയോട്ടെ, എവിടെയാണ് ക്ലിയർ ആയിട്ട് അറിയില്ല, വിളിച്ചു നോക്കണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 2 വ്ളോഗ് എടുക്കണമെന്നുണ്ട്. 2 വ്ളോഗ് രാവിലെ തൊട്ടിൽ ഉച്ച വരെ ഒരു വ്ളോഗ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വ്ളോഗ് എടുക്കണമെന്നുണ്ട്. ഒരു ദിവസം 2 വ്ളോഗ് എടുക്കണമെന്നുണ്ട്. എന്തായാലും നടക്കുകയായിരിക്കും, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞാൻ വലിച്ചിനെ വിളിച്ചു നോക്കിയപ്പോൾ വലിച്ച പറഞ്ഞത് അപ്പം ഞങ്ങൾ വലിച്ചും വിളിക്കുക അപ്പോൾ പോകാനോട്ട് പറഞ്ഞു. ഞങ്ങൾ വെറുതെ വെയിലത്ത് ഇങ്ങോട്ട് നടന്നിറങ്ങി, വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്നിറങ്ങി. വലിച്ച പറഞ്ഞ് കുറച്ചുകഴിഞ്ഞ് വിളിക്കാം, അപ്പോൾ അങ്ങോട്ട് വേഗം എത്തിയാൽ മതി എന്ന് പറഞ്ഞേ. കുറച്ചുകഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമ്മളിവിടെ ഒക്കെ ഉണ്ട്. ഞാൻ എവിടെ പോയില്ല, എൻ്റെ പുറകാലുണ്ടോ ജിമ്മി പറഞ്ഞു. ഇതേ ജിമ്മി നല്ല തണുപ്പത്ത് കടന്നുറങ്ങുന്ന നോക്ക്. ഇവിടെ ഞങ്ങളുടെ വെയിലത്ത് പുകയാ. വാ വീട്ടിൽ പോവാം ബാ കം ഓൺ ബജം. ഇപ്പം ഇങ്ങോട്ട് ഒരു വലിയ നീല പൂമ്പാറ്റാണ് കേട്ടോ. അതാ വലിയ നീല പൂമ്പാറ്റ. എന്ത് രസോ എൻ്റെ മോനെ, അതെന്താ ഇത്ര വലുത്. പറഞ്ഞോണേ കാണണ്ടോ ഇവിടെ എത്തിയത്. ഇത്ര നേരം എവിടെയാണല്ലോ. അതാ പോണു പോയി ഇത്ര നേരം ഇവിടെ ഉണ്ട്. സെക്കൻഡ് വെച്ചത് അതാ അവിടെ എത്തി. വലിയ പൂമ്പറ്റാണ്, എന്ത് രസം, നല്ല നീല കളറായിട്ട്. ഈ അമ്മ വലുതറിയോ. ഞാൻ ചേച്ചി വലിയ കിളിയ മുറ്റത്ത് കൂടെ പറന്നു പോയിരിക്കുന്നു. ഇതാ ഫ്രണ്ട് കൂടെ വേറെ എനിക്ക് പൂമ്പാറ്റ പറന്നു പോകണം. എന്താ നോക്ക്. കുറച്ച് നേരം റൂമിൽ കുറച്ചേ ഇരിക്കട്ടോ. കുറച്ച് കഴിഞ്ഞ് മുമ്പ് വിളിക്കുമ്പോൾ നമുക്ക് വേഗം പോവാം. അയ്യോ കുട എടുക്കണോ അല്ലേ? വേണ്ട, കുട എടുക്കണ്ട. ഇനിയിപ്പോൾ അതും പിടിച്ചോണ്ട് പോകണ്ടേ. എന്തായാലും പോകുന്ന വഴി ഫുള്ളും മരമൊക്കെയാണ്. അപ്പോൾ ഓവർ തണുക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ മൂപ്പര് കുറച്ച് നേരം വിളിക്കും, അപ്പോൾ നമുക്ക് പോവാം. അതുവരെ വീടിനുള്ളിൽ കുറച്ച് തണുപ്പുള്ള ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുക. വീട്ടിൽ നിന്ന് കടന്നത് ഓർമ്മ ഉള്ളൂ. പിന്നീട് വിളിച്ചറിയണ് വേഗം പോയി അത് മേടിച്ച് വേഗം കൊണ്ടേ കൊടുക്കുന്നു. ഓ അത് അവർക്ക് നേരത്തെ പറഞ്ഞാൽ മതി. എന്നിട്ട് ഞങ്ങളെ ഈ വെയിലത്ത് നടപ്പിക്കാനായിട്ട്. പക്ഷേ നേരത്തെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞാൽ ഈ മൂപ്പർക്ക് ഇങ്ങോട്ട് വന്ന് ഇത് വീട്ടിൽ പോയി കടന്നിട്ട് പിന്നെയും വിളിക്കണ്. എന്നാൽ വേഗം പോ ഇവിടുന്ന് അച്ഛനും പറയുന്നത് വേഗം പോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്, വേഗം പോ ഞങ്ങളെ ബേജാറാക്കുക. ഈ വെയിലത്ത് നടക്കണതിൻ്റെ ഇത് അവർക്കറിയില്ല. വിളിച്ചോണ്ട് കാത്തൊക്കെയുണ്ട്, അത് മേടിച്ചിട്ട് വരട്ടെ. അല്ലേ ഇപ്പോൾ അത് മതി ഇല്ലെന്തോ, അത് മതി ഇന്നത്തെ അവർക്കുള്ള ഒരു കണ്ടന്റ് ആവാൻ. അവർക്ക് നമ്മളെ പറ്റി പറയാനുള്ളൊരു കണ്ടന്റ് ആവാൻ അത് മതി. ഞാൻ വരില്ല കഴിഞ്ഞിട്ടോ. അപ്പോൾ അവർക്കുള്ള കണ്ടന്റായി. ജിമ്മി ബാക്കിൽ ജിമ്മി ആയിരുന്നു. ജിമ്മി എവിടെ പോയാലും, ഞാൻ എവിടെ തിരിഞ്ഞാലും ജിമ്മി ഉണ്ടാവും എൻ്റെ വേക്കാല്. ഇത് കണ്ണിമാങ്ങയിലാണ് എന്തോ അറിയില്ല. കണ്ണിമാങ്ങയാണ്. അതിൽ കണ്ണിമാങ്ങയാണ്, അതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. കണ്ണിമാങ്ങ ഇതൊക്കെ അവിടെ കുറേ ഉണ്ടല്ലോ. നീ എന്തിനാ എന്നെ അത് കാണിപ്പിച്ചേ? വേറെ എന്തൊക്കെയോ നീ അതെന്നെ കാണിപ്പിച്ചേ. ആരൊക്കെ അവിടെ ഇട്ടിട്ട് പോയിക്കണേ, അതൊക്കെ കാണിച്ചു തരും. നീ കണ്ടെങ്കിൽ നീ കണ്ടാൽ പോരെ, എന്നെ നീ കാണിക്കണം അതൊക്കെ. ഞാൻ നിന്നെയും കാണിച്ചില്ല. അവിടെ വേറൊരു സാധനം ഉണ്ട്, അതും കൂടി കാണിച്ചില്ല. ഇനി എന്തായാലും ഉണ്ടാവാതെ നിൽക്കില്ല. അവിടെ വേറൊരു സാധനം ഉണ്ട്, അതും കൂടി ഇവനെ കാണിച്ചു കൊടുക്കാം. എന്താടാ നന്ദു, നിനക്ക് നിന്നെ ഞാൻ ശരിയായി തരാം, ഇവനെ ശരിയായി കൊടുക്കാം. കുറച്ച് ദിവസം വർക്ക്ഷോപ്പിൽ നിൽക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് പണി കഴിഞ്ഞിട്ട് ഇത് കൂടെ വന്നാൽ കേട്ടോ. ഇതാ ക്ലിയർ ഈ ഭാഗത്തുണ്ട് ഒരു കറുത്ത പാമ്പ്. ഞാനിത് ഇവിടുന്ന് ഇങ്ങനെ നടന്നു വരിക കേട്ടോ. ഞാൻ മൊബൈൽ നോക്കിക്കൊണ്ട് നടന്നു വരുന്നു. ഇവിടെ ഒരു കറുത്ത സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ചെറിയ മങ്ങൽ പോലെ കണ്ടുള്ളൂ. മൊബൈലിലായിരുന്നു എൻ്റെ ഫുള്ള് ഫോക്കസ്. ഞാൻ അറിയാതെ ഒറ്റ ചവിട്ട് കിട്ടി. റബ്ബർ പൊട്ടി പോകുന്ന പോലെ ഉണ്ട്. അങ്ങോട്ട് തെറിച്ചങ്ങ് പോയി ഒരു പാമ്പ്, കറുത്ത വലിയ പാമ്പ്. ഇത്ര വണ്ണായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വാല് ഇങ്ങനെ. അമ്മേ ജസ്റ്റ് മിസ് കേട്ടോ. ഇവിടെ ഫുള്ള് പാമ്പാ. ഈ വഴി മൊത്തം പാമ്പട്ടോ. അതുകൂടെ ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ തന്നെ പാമ്പ് മുന്നിൽ ഈ സൈഡിൽ കൂടി ഇതിൽ പോകണതാണ്. ഈ തോട്ടിലൊക്കെ പാമ്പിൻ്റെ കളി ഫുള്ള് കാടായി കൊണ്ടുണ്ടല്ലോ. ഫുള്ള് പാമ്പിൻ്റെ കളി അവിടെയൊക്കെ. അതാ റൊണാൾഡോ പോണ് കള്ളനായി. അതിൻ്റെ നേരത്തെ വേറെ എന്തൊക്കെയോ ആരൊക്കെ ഇട്ട് വെച്ച സാധനം കാണിച്ചു നിൽക്കുക. കണ്ടോ ഈ ഭാഗമല്ലേ
ഈ ഭാഗത്തൊക്കെ വലിയ വലിയ മീൻ ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ വലിയ മീൻ പറഞ്ഞാൽ അത്രയ്ക്കും വലിയ വലിയ മീൻ. ഓവർ വലുതല്ല, ഒരു കൈപ്പത്തീനെക്കാട്ടിയും കുറച്ചും കൂടി വലിയ മീനുണ്ട് ഈ ഭാഗത്ത്. എന്തെങ്കിലുമൊക്കെ ഇട്ടോക്കാം, ഈ ഇല ഇട്ടോക്കിയോ പിടിക്കുക, അത് പിടിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അടിയിൽ കൂടെ നോക്കുക, അതെന്തൊരു സ്രാവോ എൻ്റെ മോനെ. ഈ ഇങ്ങനത്തെ മീനൊക്കെ ഞാൻ തോട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഒരു ദിവസം ചൂണ്ടിട്ടാലോ, ഈ ഭാഗത്ത് വന്നിട്ട് ചൂണ്ടിട്ടാലോ ഒരു ദിവസം. എപ്പോൾ വരിക? നാളെ വരണോ? നാളെ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്ത് വന്നിട്ട് ചൂണ്ടിടാം കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ മീൻ ഉണ്ട് പറഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ ഉണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളോട്ടൊരു കുഴിയോല ഉണ്ട് കേട്ടോ, പാറേൻ്റെ ഒരു ഇതായിട്ട് ഉള്ളോട്ടൊരു കുഴിയോല ഉണ്ട്. പണ്ടൊക്കെ ഇവിടെ ഡാമിൽ ചാടാൻ വരികയായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടൊക്കെ നീന്താനപ്പോൾ കണ്ട ഉള്ളോട്ടൊരു കുഴിയുണ്ട്, അതിൻ്റെ ഉള്ളിലൊക്കെ വലിയ മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് കറുത്ത വെള്ളം. ഞങ്ങൾ മാനിലെത്തിയിട്ട് ഇവിടെയല്ല പിന്നെ വേറൊരു സ്ഥലത്താണ് മൂപ്പര്, ഇവിടെയാണ് പറഞ്ഞിട്ട് ഞങ്ങളെ പിന്നെ അങ്ങോട്ട് വെയിലത്ത് നടന്നുകൊണ്ട് നിൽക്കണം. പക്ഷെ എന്താണ് ഇവര്, ഞങ്ങൾ മനുഷ്യനല്ലേ വെറുതെ. നേരത്തെ പറഞ്ഞുകൂടല്ലേ, ഇതിപ്പോൾ എത്ര നടക്കണേ ഞാൻ അങ്ങോട്ട് നോക്ക്. എനിക്ക് ഇതാണ് ആരെയും വിളിച്ച് കോൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ പണി പറഞ്ഞുകൊണ്ട് കൂടാ. ആ കോൾ എടുക്കാതെ ഇങ്ങനെ നിന്നായിരുന്നു. പക്ഷെ കോൾ എടുത്ത് ഇങ്ങനെ നടത്തിച്ചുകൊണ്ട് നിൽക്കുക വെയിലത്ത്. എന്താണിത്? ഈ കാര്യം പറയാനുണ്ടല്ലോ, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ കുഴപ്പം. ഞാൻ പറയാൻ വേണ്ടി രാവിലെ എണീറ്റ് തന്നെ കുഴപ്പം. എന്തെങ്കിലുമൊക്കെ ചടങ്ങുള്ള എന്തെങ്കിലുമൊക്കെ പണി ഇങ്ങനെ കിട്ടിയും കൊണ്ടിരിക്കും. ആണ് ഉച്ചയ്ക്ക് എണീറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അയ്യോ, രാവിലെ എണീറ്റില്ല, എൻ്റെ കാര്യം നടക്കൂല. അയ്യോ, ഇനിയിപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞാൽ പോരെ, പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. ഇനിയിപ്പോൾ എന്താ കുഴപ്പമില്ല, എന്തോ ഞാൻ തിരക്കിലാണ്, പറ്റൂല എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്നെ അങ്ങനെ ചെയ്യാം, ഓക്കെ, അങ്ങനെ ചെയ്യാം. എൻ്റെ കാര്യം നോക്കണമല്ലോ, അവരുടെ കാര്യം മാത്രമല്ലല്ലോ, എൻ്റെ കാര്യം നോക്കണമല്ലോ. അങ്ങനെ ചെയ്തേ പറ്റും. മൊബൈലാണെങ്കിൽ ചാർജില്ല, ഉച്ചയാകുമ്പോൾ ജയിക്കില്ല. ഞാൻ 2 വ്ലോഗ് എടുക്കണം വിചാരിച്ചാൽ അത് നടക്കുമോ? ഞാൻ നടത്തും. ഇതിന് നേരെ ആ പൈസ മേടിച്ചിട്ട് വല്യമ്മേൻ്റെ കൈ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് തിരിച്ചു തരാം. അയ്യോ, ഇത് ഞങ്ങളെ കളിപ്പിക്കാനായിട്ടാണ് തോന്നുന്നത്. പക്ഷേ വെയിലത്ത് നടക്കാനും തോന്നില്ല ഇത്ര ദൂരം. ഇപ്പം എവിടെ എത്തണമെന്ന് അറിയോ? അത് കഴിഞ്ഞിട്ട് ആ പൈസ മേടിച്ച് കഴിഞ്ഞിട്ട് എവിടെ എത്തണമെന്ന് അറിയോ? വല്യമ്മയാണ് തോന്നുന്നത് പോണേ. ആ നടത്ത കണ്ടിട്ട് അതേപോലെ തന്നെ തോന്നുന്നുണ്ട്. ഒന്ന് വിളിച്ചു നോക്കി, എന്നാ വേഗം നടക്ക്, ഓടുന്ന. അല്ലെങ്കിൽ പൈസ നമ്മൾ ഓടും വെറുതെ. ഈ വെയിലത്ത് വെറുതെ ആവട്ടെ നമ്മൾ ഇത്ര ഇതാക്കിയത്. വല്യമ്മ നടന്നോണേ, പൈസ മേടിച്ചിട്ട് പോകാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ വെറുതെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അയ്യോ, നടത്ത കണ്ടിട്ട് അതേപോലെ തന്നെ തോന്നുന്നുണ്ട്. ക്യാമറ ഇപ്പം അങ്ങോട്ട് തിരിക്കില്ല, ആരാന്നറിയില്ല. ഞാൻ എന്നെ ഒച്ചത്ത് വിളിക്കാം, അപ്പോൾ ആരെയും തിരിഞ്ഞു നോക്കും. നന്ദു ഓടല്ലേ? വല്യമ്മ, വല്യമ്മ തന്നെ. വല്യമ്മ, ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്ന് ആവശ്യമില്ലാതെ. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വീട്ടിലൊരു സ്ഥലത്ത് ഇരിക്കാനോ ആരും സമ്മതിക്കൂലല്ലോ. വിളിച്ചായിരുന്നു, മാനിലേക്ക് വരാൻ പറഞ്ഞേ. മാനിയിലെത്തിയപ്പോൾ പറഞ്ഞേ ഇങ്ങോട്ട് വരാനേ. അങ്ങ് അവിടെ എത്തി, ഇവിടെ എത്തി. അന്ന് വീട്ടിൽ പോയിട്ട് വരാം. വലിയ പാടെ എന്താ കറി? അപ്പോൾ ഞങ്ങൾ വലിയമ്മേൻ്റെ വീട്ടിൽ പോയി കൊണ്ട് കേട്ടോ. ഇവിടെ എത്തുമ്പോണ്ടല്ലോ ഈ ഭാഗത്ത് കൂടെ പോവുക. ഇവിടെ റാട്ടാന്ന് പറയും, റാട്ടാന്ന് അറിയും. പിന്നെ കാപ്പി സീസൺ ആയാൽ കുറേ പുറത്തെ ആൾക്കാരെ വന്നിട്ട് കാപ്പി കളിക്കാൻ വേണ്ടി പണിക്കാരായിട്ട് ഈ വീട്ടിൽ താമസിപ്പിക്കും കേട്ടോ. ഈ വീട് പറഞ്ഞാൽ എത്ര പണ്ടത്തെ വീട് അറിയോ? പണ്ടത്തെ വീട് പറഞ്ഞാൽ അഞ്ചാരി എത്ര അച്ഛനൊക്കെ ഇവിടെ, അച്ഛൻ്റെ ചെറുപ്പത്തൊക്കെ ഈ സാധനം ഇവിടെ ഉണ്ട്. റാട്ടാന്ന് പറയും, റാട്ട. ഇതുണ്ട്, ഇതിന് മേലത്തുണ്ട്. എനിക്കിത് കാണുമ്പോൾ ഉണ്ടല്ലോ പണ്ടത്തെ ഒരു ഫീൽ ഓർമ്മ വരിക. പണ്ടുള്ള ആൾക്കാരെ ഒരു മുഖമൊക്കെ എൻ്റെ മനസ്സിലിങ്ങോട്ട് വേഗം ഓടി വരിക. ഞാൻ കാണിച്ചിട്ട് എന്ത് രസം അറിയോ? എത്ര കൊല്ലം പഴക്കമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ എനിക്കിപ്പോൾ കാണും പുതിയ ഒരു 8-10-20 കൊല്ലം ഇരിക്കുന്നു. 10-20 കൊല്ലമൊന്നുമല്ല, അതിനെക്കാട്ടി മേലേക്ക് ഉണ്ട്. അതിൻ്റെ ബാക്കിലൊക്കെ കാണുന്നുണ്ടോ? അത് ക്ലിയർ പാറ പൊട്ടിച്ചുണ്ടാക്കിയാന്നൊക്കെ പറയുന്നത്. കയ്യിലുള്ള കല്ലൊക്കെ ഉണ്ടല്ലോ ബാക്കിൽ കാണണേ. അയ്യോ, അതൊക്കെ പാറ പൊട്ടിച്ചുണ്ടാക്കിയാന്നൊക്കെ പറയണേ. അമ്പോ,
ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി വയ്ക്കണം എന്നൊക്കെ എനിക്കുണ്ട്, ഉള്ളിൽ കയറി വെക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ. പക്ഷേ എല്ലാം ഈ ഫോറസ്റ്റിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിലായിപ്പോയി. അതിൽ കയറി നോക്കണമെന്നേ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പണ്ടത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണമൊക്കെ ഉണ്ട്, എക്സ്പ്ലോർ ചെയ്യണം, ബ്ലോഗ് എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അതിനുള്ളിൽ കയറാൻ പറ്റിയേക്കും. പക്ഷേ എന്താ ഇപ്പോൾ അതിന് വേറെ ഒരുമാതിരി, അതിന് വേറെ ഒരു എന്താ പറയുക, അതിന് വേറെ എന്താ പറയുക. പക്ഷേ ഇപ്പോൾ കയറിയിട്ട് വേറെ സീൻ പിടിക്കണ്ട, അതാണ് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ കയറാത്ത കേട്ടോ. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ചാർജ് തീരല്ല. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ലേലുവിൻ്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഒരു ഭാഗത്ത് ഇരിക്കട്ടെ, ചാർജ് തീരല്ല. നമുക്ക് നേരെ വീട്ടിൽ നിന്നാണ് കേട്ടോ, ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കുത്തിയിട്ടാം മൊബൈൽ. ഉച്ചയാകുമ്പോഴത്തേക്കും 2 വ്ളോഗ് ഇന്ന് എനിക്ക് എടുക്കണം എന്നുണ്ട്. നടക്കുമായിരിക്കും, നടത്തണം. അച്ഛാ ഞാനവിടെ പോയി എത്തിയില്ല, അപ്പോഴത്തേക്ക് വലിയ പൈസ മേടിച്ചോണ്ടായി. ഞങ്ങൾ വെറുതെ അതുകൂടെ ഒക്കെ ഓടിപ്പോയി. രാവിലെ പകുതി ചേച്ചിക്ക് വിളിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇവിടേക്ക് പോകാനല്ല, ഞങ്ങളടുത്ത് മാനേജ് ചുങ്കത്ര ആ ഭാഗത്തേക്കാരാണ്. അല്ല വെളിച്ച പറഞ്ഞതല്ല പറഞ്ഞേ, എന്നോട് വലിച്ചു പറഞ്ഞാണ് ഞാൻ പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഇന്ന് ഫുള്ള് ഓട്ടം ഒന്ന് ഉച്ചരെ വെയിലത്ത് എന്തോരം നടന്നതെന്ന് അറിയാം. മൊബൈലിൽ ചാർജില്ല. എന്തായാലും ഈ വ്ളോഗ് ഇവിടെ നിന്ന് വെച്ച് ക്ലോസ് ആകട്ടെ കേട്ടോ. ഇനി അടുത്ത വ്ളോഗ് ഇന്ന് 2 വ്ളോഗ് ഇടുന്നതാണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ 2 വ്ളോഗ് ഞാൻ ഇടാൻ പോവാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വ്ളോഗ് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടുള്ള വ്ളോഗ് നമുക്ക് ഞാൻ കൊണ്ടുവരാം. കോട്ടയല്ല, ഓക്കെ പറയണ്ട, ഇന്ന് കോട്ടയത്തായിപ്പോയി. ഓക്കെ, നമുക്ക് അടുത്ത വ്ളോഗിൽ ഉഷാറാക്കാം. അടുത്ത വ്ളോഗല്ല, ഇന്നൊരു ദിവസം 2 വ്ളോഗ് എടുക്കണമെന്നായിരുന്നു എൻ്റെ ചലഞ്ച്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ നിന്ന് വെച്ച് ക്ലോസ് ചെയ്യാണ്. രാവിലെ 2 വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഫസ്റ്റ് വ്ളോഗ് എടുത്തപ്പോഴത്തേക്കും എനിക്ക് തോന്നി 2 വ്ളോഗ് എടുക്കാം. എന്തായാലും വീട്ടിലിങ്ങനെ ഒരു വ്ളോഗ് എടുത്ത് പിന്നെ പകുതി വേറെ വെറുതെ വെക്കണ ഒരു പരിപാടി, എനിക്ക് ടൈം വേസ്റ്റ് ആക്കുന്ന പരിപാടി എനിക്ക് അധികം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ 2 വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഇല്ല, ഇപ്പോഴത്തെ രാവിലെ തൊട്ടുള്ള ഉച്ച വരെയുള്ള വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. നാളെ അല്ല, അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ വരുള്ളൂ. ഉച്ച കഴിഞ്ഞുള്ള വ്ളോഗ് നാളെ വരുള്ളൂ. അപ്പോൾ നാളെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത നല്ല വ്ളോഗായിട്ട് നാളെ കാണാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ബൈ.